ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജിസ് വ്ലോഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ടുള്ള രണ്ട് മേക്കപ്പ് ടിപ്സാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും വിട്ടുപോകല്ലോ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്നോളൂ കേട്ടോ. കോഫി പൗഡർ വെച്ചിട്ട് നമ്മുടെ CC ക്രീമിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ്റെയും കോമ്പാക്ട് പൗഡറിൻ്റെയൊക്കെ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. ഞാനിപ്പോൾ CC ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതെനിക്ക് ഒത്തിരി ലൈറ്റർ ഷെയ്ഡാണ്. അപ്പോൾ ഞാനതൊന്ന് ഡാർക്ക് ഷെയ്ഡാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കണമായിരിക്കും കൂടുതൽ നല്ലത്. നന്നായിട്ട് മിക്സ് ആവാനായിട്ട് അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പം ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് ഷെയ്ഡ് ആകണ വരെയും കുറേശ്ശെ ആഡ് ചെയ്ത് ഒത്തിരി ഒരുമിച്ച് ആഡ് ചെയ്താൽ ചിലപ്പോൾ ഒന്നെങ്കിൽ കോഫി പൗഡർ കൂടിപ്പോകും, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിട്ട് വരും. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് കറക്റ്റ് ഷെയ്ഡ് ആകണ വരെയും നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ലാക്മിയുടെ CC ക്രീമാണ് കേട്ടോ എടുത്തത്. ഞാനത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ലൈറ്റർ ഷെയ്ഡായിരുന്നു അത്. ഞാനത് ഇട്ടാൽ ഭയങ്കര പുട്ടിയടിച്ച മാതിരി തോന്നും. അപ്പോൾ ഞാനത് ഇതുപോലെ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ചപ്പോൾ കറക്റ്റ് ഡാർക്ക് ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കറക്റ്റ് ഷെയ്ഡായിട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കോഫി പൗഡർ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ സമയമെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ കോഫിയുടെ തരിതരിയായിട്ട് അവിടെ കിടക്കും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈമറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോഫി പൗഡർ കൊണ്ട് തന്നെ നമുക്ക് ഒരു കോമ്പാക്ട് പൗഡറും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബേബി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂണോളം ബേബി പൗഡറാണ് എടുത്തത്. അതിലേക്ക് ഞാൻ കുറച്ചായിട്ട് കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണോളം ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂണോളം ആലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ കോഫി പൗഡർ വെച്ച് തന്നെ പ്രൈമർ ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്ത ഫൗണ്ടേഷനാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ അല്ലെങ്കിൽ വെറും വെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഇത് റോസ് വാട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബാക്കി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊരു ക്രീം രൂപത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടിത് ഡ്രൈ ആക്കി എടുക്കണം, നന്നായിട്ട് ഉണക്കിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ക്രീം രൂപത്തിലുള്ള ബാറ്റർ നമ്മുടെ ആ ബൗളിൻ്റെ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ആക്കി സ്പ്രെഡ് ചെയ്ത് വെക്കണം. അതായത് കട്ടി കുറച്ച് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഞാനിതിപ്പോൾ 2 ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചെടുത്തു. വെയിലത്ത് വയ്ക്കുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, പൊടിയും മറ്റു കാര്യങ്ങളൊന്നും ഇതിലേക്ക് വീഴാണ്ട് നോക്കണം. അപ്പോൾ 2 ദിവസം വെയിലത്ത് വെച്ചപ്പോൾ നന്നായിട്ട് ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഇല്ലാണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ചിരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നല്ല പൊടി രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. പേപ്പറിലേക്ക് ഇട്ട് കൊടുത്ത പൗഡർ നമുക്ക് നന്നായിട്ട് മടക്കി പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ മീതെ ഒരു വെയിറ്റ് എടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് സമയത്തേക്ക് പൗഡർ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യണേ. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ഒന്നും എടുത്ത് വെച്ച് കൊടുത്തിട്ടില്ല. നന്നായിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി ഏതെങ്കിലും ഒരു ഡപ്പിയിലോ ക്ലീൻ ആയിട്ടുള്ള ഡപ്പിയിൽ നമുക്ക് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ കോമ്പാക്ട് കോമ്പാക്ട് പൗഡറിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു. അതിലേക്കാണ് ഞാനിട്ട് യൂസ് ചെയ്തത്. പൗഡർ ഒന്നുകൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ സ്പൂൺ കൊണ്ട് അടി പരന്ന സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് തട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.